ശ്രീസ്തപ്പള്ളിയിലാണുള്ളത്. ഇത് പരിയാരമാണ് സ്ഥലം. പണ്ട് ഇവിടെ നമ്മൾ BSW പഠിക്കുമ്പോൾ 2022 തോന്നുന്നു റൂറൽ ക്യാമ്പിന് വന്നതാണ് ഇവിടെ. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ നാടും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങളും നമ്മൾ തന്നെ ഇവിടുന്ന് കുക്ക് ചെയ്യലും അങ്ങനെയെല്ലാം ആയിരുന്നു. പിന്നെ അങ്ങനെ ഇവിടുന്ന് കിട്ടിയ കുറച്ച് എന്താ പറയുക കുറച്ച് കണക്ഷൻസും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പം ആ ഒരു സ്ഥലമാണിത്. ഫുഡെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടുന്ന് നമ്മൾ എന്താ പറയുക കഞ്ഞിയും ചോറും ഇതെല്ലാം ഉണ്ടാക്കൽ. പിന്നെ നമ്മളെ ബോയ്സിൻ്റെ സ്റ്റേ ആടെയായിരുന്നു. ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം. ഇവിടെയാണ് പരിപാടിയും കാര്യങ്ങളും നടന്നത്. നമ്മളിപ്പോൾ മേരി ചേച്ചീൻ്റെ വീട്ടിലാണുള്ളത്. ചെമ്പരത്തി വറക്കാൻ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഇഗ്വാനൊക്കെ കൊടുക്കാൻ. എത്രയുണ്ട്? 2 പൂവുണ്ടല്ലേ? 2 പൂവേ ഉള്ളൂ ആകെ. ഒന്ന് പറിച്ച് അവിടെ ഒന്നും കൂടി ഉണ്ട്. കൊമ്പിനെ കൊണ്ട് ഇപ്പൊ പറിക്കാൻ പോയാണ്. താങ്ക് യു ചേട്ടാ. ഇതാണ് മേരി ചേച്ചി. മേരി ചേച്ചീൻ്റെ ഹസ്ബൻഡ്. എന്താണ് പറയാനുള്ളത് മേരി ചേച്ചിക്ക്? എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്നെ കുറിച്ച് നല്ല മോനാന്നറിയാം. എന്താ പറയാ അതിലും വലുതെന്താന്നല്ലേ? നല്ല മോനാന്ന്. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാനിന്ന് പോകുന്നത് മേരി ഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. സോ ഒരു 2 years ബാക്ക് ഞാൻ അവിടെ പോയിനി, കേക്കെല്ലാം മുറിച്ചതാണ്. സോ ലാസ്റ്റ് ഇയർ പോകാൻ കഴിഞ്ഞിട്ടില്ല, ചെന്നൈയിലുള്ളതുകൊണ്ട്. അപ്പം ഇപ്രാവശ്യം അവിടെ പോയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മേരി ഭവനിലാണ്, പരിയാരം ശ്രീസ്ഥയിൽ. അപ്പം ചേച്ചി സൂപ്പറാ. സിസ്റ്റർ എങ്ങനെയുണ്ട്? അപ്പോൾ പണ്ട് BSW വന്നപ്പം ശ്രീസ്ഥൽ പള്ളിയിൽ വന്നപ്പം നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല നാടിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാം കഴിഞ്ഞപ്പം നമ്മൾ ഒരു വീട്ടിൽ ശ്രദ്ധിച്ചായിരുന്നു, അവിടെ അവർക്ക് ചരളാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞപ്പം മിസ്സ് അതിന് കൂട്ടുന്നു. അങ്ങനെ നമ്മൾ പോയി ലാസ്റ്റ് ഒരു ഗ്ലന്നാട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആ ഗ്ലന്നാട്ടൻ്റെ ഒപ്പം സംസാരിച്ചു. അങ്ങനെ അവിടെ ജില്ലി ഇറക്കിയതിന് ശേഷമാണ് പറയുന്നത് അവർക്ക് സഹായത്തിനോട്. ആ ചേച്ചിക്ക് ഇഷ്ടമാണ്, പക്ഷേ ചേച്ചീൻ്റെ മോൻ പറഞ്ഞു നമുക്ക് സഹായം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെയാണെങ്കിൽ കുറച്ച് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക ആംബുലൻസ് കാര്യങ്ങളൊന്നും കയറൂല മേലോട്ടേക്ക്, അവരെടുത്ത് താഴോട്ടേക്ക് കയറണം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടത്തേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്തു. അപ്പം എന്നിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെയാണ് മൊത്തം പണിയെടുത്തതും. അപ്പോൾ അത് കാണിച്ചുതരാം, ആ സ്ഥലം ഞാൻ കാണിച്ചുതരാം നമ്മൾ ചെയ്തത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ റോഡ്. സോ ഇത് ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായി. അപ്പോൾ ഇതിൽ അവർക്ക് ഉപകാരം എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവിടെ ക്യാൻസർ പേഷ്യൻ്റാണ് കൂടുതൽ. അപ്പം ആദ്യം ആംബുലൻസ് ഒന്നും കയറില്ലായിരുന്നു ഇതിലോട്ട്. പിന്നെ കുറേ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ അവരെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്കെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായി നമ്മൾ ചെയ്തതുകൊണ്ട്. അപ്പം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് കുറേ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ കോളേജിൽ നിന്ന് ഇപ്പോൾ ക്ലാസ്സിലത്തെ കുട്ടികളായിക്കോട്ടെ, പിന്നെ ഈ ടീച്ചറാണ് തുടങ്ങിയത്. ടീച്ചർ കയ്യിൽ നിന്ന് ഒരു ഫണ്ട് ഇട്ട്, പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാവരോടും കുറേ ഫണ്ട് കളക്ട് ചെയ്തു. എൻ്റെ ഗോയ എന്നുള്ളൊരു ബാലുചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അയച്ചിനായിരുന്നു പൈസ. പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മളെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ കുട്ടികൾ, എസ്പെഷ്യലി കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ കുറേ ആൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഏകദേശം 50,000 റുപ്പീസ് ആയിന്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തത് ഒരു മഴക്കാലം സമയത്താണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇത് മൊത്തത്തിൽ പണിയെടുക്കുകയും മിക്സ് ചെയ്തതും സിമെൻറ്റ് മിക്സ് ചെയ്യലും അവർ തന്നെയാണ് മൊത്തം പണിയെടുത്തത്. അതിൻ്റെ കൂടെ ഞാനും എൻ്റെ ക്ലാസ്സിൽ 2-3 കുട്ടികൾ വന്ന് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തതിന് അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു.
അപ്പം ഇത് കാണുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എനിക്കൊരു പ്രൗഡ് ഉണ്ട്. കാരണം കുറേ ആൾക്ക് ഉപകാരമുള്ളതുകൊണ്ട്. സോ ആസ് എ സോഷ്യൽ വർക്കർ ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കണം. മീൻസ് ഇതേപോലെ. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ സോഷ്യൽ വർക്കർ ആവണമെന്നൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഇതേപോലെ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതിൽ ലീഡർഷിപ്പ് ഇട്ടിട്ട് ഇറങ്ങിയാൽ എല്ലാവർക്കും നടക്കും. വേറെ എനിക്ക് ഫീലായ ഒരു കാര്യം വെച്ചാൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ പാട് ഞാനിവിടെ വിസിറ്റ് ചെയ്തപ്പം ഇവിടെ അതിൻ്റെ ഉള്ളിലുള്ള 2 പേഷ്യൻസ് ഉണ്ട്. അതിൽ ഒരാൾക്ക് നമ്മൾ വീൽ ചെയർ കാര്യങ്ങളെല്ലാം കൊടുത്തതാണ്. സോ അവർ മരണപ്പെട്ടു പോയി. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തെ വീട്ടിലൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പം ആടെ പോയപ്പോൾ ഞാൻ അമ്മമ്മയിലെ വെച്ച് പെട്ടെന്ന് അടുത്ത കുട്ടി പറഞ്ഞു മരണപ്പെട്ടു പോയി. നേരെ കാണുന്നത് അവരുടെ ഫോട്ടോ ആണ്. അപ്പം നമ്മൾ മീൻസ് ഞാനിപ്പോൾ ഇന്ന് ഒരാളെ കണ്ടിട്ട് ഇനി അവരെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ നമ്മളെ വിട്ടു പോയിപ്പോൾ. സോ പക്ഷെ അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. കാരണം ആംബുലൻസും കാര്യങ്ങളെല്ലാം മേലെ വരെ കയറി, അല്ലെങ്കിൽ അവരെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു. സോ എനിക്ക് പറയാനുള്ളത് ഇതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു താങ്ക് യു ഞാൻ പറയുന്നു. കാരണം അന്ന് എൻ്റെ ഒപ്പം നിങ്ങളായിരുന്നു ഉണ്ടായത് ഈ ഫണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഇന്ന് ഈ റോഡ് ഇങ്ങനെ ആയത്. അതേപോലെ ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കാൻ പോയ ചേച്ചി, അവർക്ക് ഇപ്പോൾ എന്നോട് ഭയങ്കര നന്ദിയുണ്ട്. കാരണം ഞാൻ ചെയ്ത ആ മനസ്സിലെ അതുകൊണ്ട് ഇപ്പോൾ അവരായിട്ട് ഭയങ്കര കോണ്ടാക്റ്റാണ്. ഇപ്പം കാണലുണ്ട്, ഇപ്പം കണ്ടു ഞാൻ. സോ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. ഇപ്പം പറയും ദൈവം അനുഗ്രഹിക്കട്ടെ. സോ അവർക്ക് ചെയ്തിട്ടില്ല, എന്നിട്ട് അവരൊക്കെ എന്നോട് ഇത്രയും മീൻസ് അവർ താങ്ക്ഫുള്ളാണ്, ഗ്രേറ്റ്ഫുള്ളാണ് എന്നോട്. സോ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിനെങ്കിൽ മീൻസ് അവർക്ക് എപ്പോഴും നമ്മളോട് നന്ദി ഉണ്ടാവും. സോ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എൻ്റെ പപ്പയാണ്, എൻ്റെ ഫാദറാണ്. മീൻസ് എൻ്റെ ഫാദറിനെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ആയത്. അല്ലാണ്ട് ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചുകൊണ്ടെന്നല്ല. സോ എൻ്റെ ഫാദർ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യം ഒരാൾ അറിയരുത് എന്ന് പറയലുണ്ട്. എൻ്റെ ഫാദർ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോലും പറയില്ല ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷെ എൻ്റെ അടുത്ത് പറയലുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിപ്പോൾ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് എന്താ വെച്ചാൽ, ഇത് കണ്ടിട്ട് നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ഇൻസ്പിറേഷനായി ചെയ്യണം. മീൻസ് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻസ് നമ്മളെപ്പോലത്തെ ആൾക്കാരെല്ലാം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. മീൻസ് നമ്മൾ കുറേ ആൾക്കാർ കൂടി ഒരു കാര്യം ചെയ്തിനെങ്കിൽ എന്തായാലും അത് നടക്കും. സോ എല്ലാവരും എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്കിതേപോലെ എപ്പോഴും നമുക്ക് മീൻസ് പ്രൗഡായിട്ട് പറയാം നമ്മൾ ഇത് ചെയ്ത്. അല്ലെങ്കിൽ മീൻസ് നമുക്ക് എപ്പോഴും അവർ നന്ദി ഉണ്ടാവും. അവർ നമ്മൾക്ക് എപ്പോഴും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. അത് മാത്രം മതി നമുക്ക്. സോ എല്ലാവരും ഇതേപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.